എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഡോഫ്ലമിംഗോയെ കണ്ട് ജനങ്ങളെല്ലാവരും പേടിച്ച് വിറച്ച് ചെതറി ഓടുകയാണ്. ജനങ്ങൾക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ലൂഫിക്കാണെങ്കിൽ ഇപ്പൊ ഒട്ടും വയ്യ. പക്ഷേ ഡോഫ്ലമിംഗോ അവന്റെ പരുക്കുകളെല്ലാം ഹീൽ ചെയ്ത് ഇപ്പോ നല്ല രീതിയിൽ എല്ലാവരും അറ്റാക്ക് ചെയ്ത് ലൂഫിയെ തകർക്കാനായിട്ട് അങ്ങനെ കടന്നു വരികയാണ്. അവൻ വഴിയിൽ കാണുന്ന ബിൽഡിങ്ങുകള്, കമ്മോഡിറ്റീസ്, അങ്ങനെ എല്ലാം തന്നെ ത്രെഡ് വെച്ച് അറ്റാക്ക് ചെയ്ത് ജനങ്ങൾക്ക് നേരെ വലിച്ചെറിയും. മാത്രമല്ല അവന്റെ വെബ് പവർ അത് കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഇപ്പൊ അയലാൻഡിന്റെ ഉള്ളിലേക്ക് അങ്ങനെ കടന്നു വരികയാണ്. ക്യാമറ ആണെങ്കിൽ സൂം ഔട്ട് ചെയ്ത് ഇപ്പൊ അയലാൻഡിനെ ലോങ് ഷോട്ടിൽ നിന്ന് കാണിക്കും. എല്ലാ വഴിയിലും ജനങ്ങൾ അവർക്ക് എവിടേക്ക് ഓടണം, ആരവരെ രക്ഷിക്കും എന്നറിയാതെ അവർ ഓരോ വഴിയിലൂടെയും അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഓടുന്നതിനിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ചും ചിലർ താഴെ വീണും ചിലർക്ക് ജീവൻ നഷ്ടപ്പെട്ടും ചിലരുടെ ഉറ്റവരെയും ഉടയവരെയും അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയും അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടാവുകയാണ്. ഇപ്പോഴത്തെ അവരുടെ ഒരേ ഒരു ആവശ്യം എങ്ങനെയെങ്കിലും ലൂഫി അവൻ ആ ഡോഫ്ലമിംഗോയെ തകർക്കുന്നത് വരെ പറഞ്ഞതുപോലെ അവരുടെ ജീവൻ അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. അവിടെയുള്ള എല്ലാവരും ഇപ്പൊ കിങ്ങിനെ നോക്കി സഹായം ആവശ്യപ്പെടുകയാണ്. കിങ്ങിനാണെങ്കിൽ ഇപ്പൊ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ഇവിടെ ഒന്നും പറയാനില്ലാതെ ആളങ്ങനെ തല താഴ്ത്തി നിൽക്കും. മറ്റൊരു ഭാഗത്ത് എൽബോ വാരിയർ ആളെയാണെങ്കിൽ എല്ലാവരും ചേർന്ന് കഷ്ടപ്പെട്ട് എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവന് നല്ല രീതിയിൽ അടി കിട്ടിയതുകൊണ്ട് തന്നെ തുറക്കാതെ അങ്ങനെ ബോധം പോയി കിടക്കുകയാണ്. അടുത്ത നിമിഷം തിളങ്ങുന്ന എന്തോ ഒന്ന് ഇപ്പൊ അവന്റെ ദേഹത്ത് വന്ന് വീഴുകയാണ്. അതങ്ങനെ അവന്റെ ബോഡിയിൽ വീഴേണ്ട താമസം അവൻ പതിയെ കണ്ണു തുറന്ന് ബാക്ക് ടു നോർമൽ ആവുകയാണ്. മറ്റൊരു ഭാഗത്ത് സോറോ അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ ഹോക്കി പവർ ഉപയോഗിച്ച് ആ സ്ട്രിങ്സിനെ ആഞ്ഞു വെട്ടി തടയാൻ ശ്രമിക്കുകയാണ്. അവന്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സാമുറായും കാഞ്ചറോയും അവർ രണ്ടുപേരും ആ ബേർഡിന്റെ പുറത്ത് തന്നെ ഇരുന്ന് അമ്പം കമന്ററി ഒക്കെ പറഞ്ഞ് സോറോയ്ക്ക് കട്ട സപ്പോർട്ട് കൊടുക്കുകയാണ്. കമോൺ കമോൺ, നിന്നെ കൊണ്ട് തീർച്ചയായിട്ടും ഇത് ചെയ്യാനായിട്ട് പറ്റും. നീ വിചാരിച്ച ഈ സ്ട്രിങ് അത് ഈസി ആയിട്ട് തകർത്തില്ലാതാക്കാനായിട്ട് കഴിയും. അതിന് സോറോ ടെൻഷനായി അവർ തിരിഞ്ഞു നോക്കും. യു ഗായ്സ് ആർ അൺബിലീവബിൾ. നിങ്ങൾ ഇത്രയും വലിയ കുഴി മടിയന്മാരായിരുന്നോ? എത്രയും വേഗം എൻ്റെ അടുത്തേക്ക് വായോ, എനിക്ക് നിങ്ങളുടെ സഹായം വേണമെന്ന് പറയും. ഇവിടെ സോറോ ആണെങ്കിൽ അവന്റെ ഹോക്കി പവറും സ്ക്വാഡും ഒക്കെ ഉപയോഗിച്ച് ആ സ്ട്രിങ്സിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ അത് ഭയങ്കര പവറാണ്. അത് സോറോയെയും പതിയെ തള്ളി തള്ളി അങ്ങനെ മുൻപോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ ഫ്രാങ്കി അവനാണെങ്കിൽ ആ ലിറ്റിൽ പീപ്പിൾസിനോട് പറയും, ആ സ്ട്രിങ്സിന് ഒരിക്കലും ഈ ഫാക്ടറിയെ കട്ട് ചെയ്യാനാവില്ല. കാരണം ഇതിലെ ഓരോ സ്റ്റോൺസും സീപ്രസൻ സ്റ്റോൺസ് ആണ്. അതുകൊണ്ട് തന്നെ ആ സ്ട്രിങ്ങിന് ഫാക്ടറി തള്ളിക്കൊണ്ട് പോകാനായിട്ട് മാത്രമേ പറ്റൂ. നമ്മൾ നമ്മുടെ പവർ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കിതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് കഴിയും. അത് കേൾക്കേണ്ട താമസം ലിറ്റിൽ പീപ്പിൾസ് അവരവരുടെ ഫുൾ സ്ട്രെങ്ത് കൊടുത്ത് ആ സ്ട്രിങ്ങിനെതിരായിട്ട് ഇപ്പൊ ബിൽഡിങ് അങ്ങനെ തള്ളാനായിട്ട് തുടങ്ങും. ആ കാര്യം മനസ്സിലാക്കിയ വയലറ്റ് ആണെങ്കിൽ എല്ലായിടത്തേക്കും ഈ ഒരു ഇൻഫർമേഷൻ അത് പാസ് ചെയ്യാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പോൾ ഒരു പ്രത്യേക ഭാഗത്ത് ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റൻസ് അവർ ഗണ്ണൊക്കെ കാണിച്ച് ജനങ്ങളെ പേടിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടേക്ക് വരും? ഇവിടെ ഡോഫ്ലമിംഗോയും അവന്റെ ഫാമിലിയിലുള്ളവരും മാത്രമേ വരാനായിട്ട് പാടുള്ളൂ. ഇതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ ചോദിച്ച് അവനാണെങ്കിൽ അച്ചരം പൊച്ചരം ഷൂട്ട് ചെയ്യും. ഉടനെ ജനങ്ങള് അവരാണെങ്കിൽ ടെൻഷനായിട്ട് പറയും, നിന്റെ ബോസ് ഡോഫ്ലമിംഗോയും അവന്റെ ഫാമിലിയിലുള്ള എല്ലാവരും ഒന്നൊന്നായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഞങ്ങളെ ഉപദ്രവിക്കാനോ യൂട്ടിലൈസ് ചെയ്യാനോ കഴിയില്ല. ഇവിടെ ഞങ്ങൾ തീർച്ചയായിട്ടും കൈയടക്കും. കാരണം ഇപ്പൊ സേഫ് ആയിട്ട് നിൽക്കാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം അതിത് മാത്രമാണ്. അടുത്ത നിമിഷം പച്ചത്തലയനാണെങ്കിൽ അവന്റെ ബാരിയർ അത് ക്രിയേറ്റ് ചെയ്ത് ആ ഷൂട്ട് ചെയ്തവന്റെ തല അടിച്ചു പൊളിക്കും. പിന്നീട് ഓരോരുത്തരായി വന്ന് വില്ലന്മാരെ എല്ലാവരെയും തല്ലി ഓടിക്കുകയാണ്. ലിയോ ആണെങ്കിൽ അവരോട് പറയും, നിങ്ങളെ എല്ലാവരെയും ചെയ്തത് പ്രിൻസസ് മനുഷ്യരെയാണ്. എത്രയും വേഗം നമ്മുടെ സഹായം അതിവിടെയുള്ള ജനങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ജനങ്ങളെ എല്ലാവരെയും സേഫായ സ്ഥലത്തേക്ക് ഇപ്പൊ ഇവാക്യുവേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് തുടങ്ങും. അവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത ഫുൾ കലിപ്പിലായ ഡോഫ്ലമിംഗോ ആണെങ്കിൽ സ്നാപ്പ് ചെയ്ത് ഇപ്പൊ ആ സ്ട്രിങ്സിന്റെ വേഗത അത് കൂട്ടും. എങ്ങനെയാണെങ്കിൽ അത് കണ്ട് സഹിക്കാതെ ഇപ്പൊ ഡോഫ്ലമിംഗോയുടെ പേര് വിളിച്ച് ആളങ്ങനെ മുട്ടുകുത്തി നിലവിളിക്കും. നമ്മുടെ സാബോ അവനാണെങ്കിൽ ആ വെർജസുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. അപ്പോഴായിരിക്കും അവനൊരു വലിയ ശബ്ദം കേട്ട് അങ്ങനെ ചുറ്റും നോക്കുക. അവന് മനസ്സിലാവും ആ ഒരു വെബ് അതിപ്പോ വളരെ സ്പീഡിലാണ് മുൻപോട്ടേക്ക് വരുന്നത്. ചാബോ ആണെങ്കിൽ ഇപ്പൊ ഈ വെർജസിന് മുൻപിൽ പെട്ടുപോയി. മാത്രമല്ല ലൂഫിക്ക് ഇനിയും അധിക സമയമില്ല. എങ്ങനെ പോയാൽ ഉറപ്പായാലും ഇതൊരു വലിയ അപകടത്തിലേക്ക് വഴിവെക്കുമെന്ന് സാബോയ്ക്ക് മനസ്സിലാവും. അതേസമയം വയലറ്റ് അവളാണെങ്കിൽ പേടിയോടുകൂടെ എല്ലാവരോടും തുറന്നു പറയും, ആ ഒരു സ്ട്രിങ് അതിപ്പോ വളരെ വേഗത്തില് നമ്മുടെ രക്ഷയാക്കി വരികയാണ്. ഉസോപ്പ് ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം പാതി ജീവൻ പോയി നിലവിളിക്കാനായിട്ട് തുടങ്ങും. മറ്റൊരു ഭാഗത്ത് ജനങ്ങള് അവർക്കാണെങ്കിൽ ആരെ വിശ്വസിക്കണം, ആരവർ രക്ഷിക്കും എന്നൊന്നും അറിയാതെ പരിഭ്രാന്തരായി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്.
ഇവിടെ നമ്മുടെ സോറോയും ടീമും. സോറോ ആണെങ്കിൽ അവൻ്റെ ഹോക്കി പവറൊക്കെ ഉപയോഗിച്ച് ആ സ്ട്രിങ്സിനെ പുറകിലേക്ക് പുഷ് ചെയ്യും. പക്ഷെ അതിൻ്റെ സ്പീഡ് അത് കൂടിക്കൂടി വരികയാണ്. ഇപ്പൊ സോറോയ്ക്ക് കട്ട സപ്പോർട്ട് കൊടുത്ത് കാഞ്ചിറോയും സാമുറായും അവർ രണ്ടുപേരും സോറോയുടെ കൂടെ തന്നെ ഉണ്ട്. സോറോ തീർത്തു പറയും, നമ്മളുടെ പവർ അത് വളരെ കുറവാണ്. ഇനി നല്ല രീതിയിൽ ഫോഴ്സ് കൊടുത്തിട്ടില്ല എങ്കിൽ ഈ സ്ട്രിങ് അത് വളരെ വേഗത്തിൽ ഗ്രാമത്തെ വിഴുങ്ങുമെന്ന് പറഞ്ഞ് അവർ വീണ്ടും വീണ്ടും കൂടുതൽ ഫോഴ്സ് അതിലേക്ക് കൊടുക്കാനായിട്ട് തുടങ്ങും. കട്ട് ചെയ്ത ഇപ്പൊ ട്രഫാർഗർ പരിക്കുകളെല്ലാം തന്നെ ഇപ്പൊ ഓൾമോസ്റ്റ് ഹീലായിരിക്കുകയാണ്. അവൻ മുകളിലേക്ക് കണ്ണു തുറന്ന് നോക്കും. അപ്പം അവൻ കാണും ആ ഒരു ബേർഡ് കേജ് അത് വളരെ സ്പീഡിൽ അടുത്തടുത്ത് വരുന്നത്. ഇവിടെ ഫ്രാങ്കി ആണെങ്കിൽ അവന്റെ അസിസ്റ്റൻസ് ലിറ്റിൽ പീപ്പിൾസിന് ഈണത്തിൽ പാട്ടൊക്കെ പാടിക്കൊടുത്ത് അവരെ മുൻപോട്ടേക്ക് ആ ബിൽഡിംഗ് തള്ളിപ്പിക്കുകയാണ്. പക്ഷേ സ്ട്രിങ്ങിന്റെ പവറിനെ അവരെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യാനാവില്ല. ഫ്രാങ്കിയും അവനെ കൊണ്ട് പറ്റും പോലെ ഇപ്പൊ ചുമരിൽ പ്രസ് ചെയ്യും. അവരെ ഹെൽപ്പ് ചെയ്യാൻ പാലസിൽ മത്സരിച്ച ഓരോ കണ്ടസ്റ്റൻസ് ആയിട്ട് അവിടേക്ക് എത്തുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ നേവി ഓഫീസർ ആള് മുകളിലേക്ക് നോക്കും. അപ്പോഴാണെങ്കിൽ പ്രിൻസസ് മൻഷരയുടെ ആ ഒരു ഹീലിംഗ് പവർ അത് കുറേശ്ശെയായിട്ട് താഴോട്ട് വീണുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് ആ ഐലാൻഡ് കാണിക്കും. ആ ബേർഡ് കേജ് പവർ അതിപ്പോൾ ഓൾമോസ്റ്റ് ഐലാൻഡിന്റെ 3/4 ഭാഗവും കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് ഭാഗം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ഡോഫ്ലമിംഗോ ആണെങ്കിൽ ഒരു പ്രദേശം മുഴുവൻ ഫയർ ക്രിയേറ്റ് ചെയ്ത് എല്ലാവരെയും തല്ലി അങ്ങനെ സ്റ്റൈലായിട്ട് നടന്നു പോകും. ഉടനെ ബാക്കിയുണ്ടായിരുന്ന കുറച്ചുകൂടെ ആൾക്കാർ അവരിപ്പോ ഡോഫ്ലമിംഗോയെ കവർ ചെയ്യാണ്. ഫ്ലമിംഗോ ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. നിങ്ങളോട് എത്ര പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല അല്ലേ? ഓക്കെ, കുഴപ്പമില്ല, നിങ്ങളെ ഞാൻ ലൂഫിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കാന്ന് പറഞ്ഞ് അവനവന്റെ വെബ് വെച്ച് അവരെ എല്ലാവരെയും കറക്കി എറിയാണ്. അതേസമയം നമ്മുടെ ലൂഫി അവന് ആങ്കറും ടീമും ഒക്കെ ചേർന്ന് ഇപ്പൊ 6 മിനിറ്റ് ആരുടെയും കണ്ണിൽ പെടാതെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഇനി 4 മിനിറ്റ് 4 മിനിറ്റ് വളരെ നിർണായകമാണ്. അത്രയും കൂടെ ലൂഫിയെ സേഫ് ആക്കി കൊണ്ടു നടക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് ലൂഫിക്ക് അവന്റെ പവർ അത് തിരികെ എടുത്ത് ഡോഫ്ലമിംഗോയുമായിട്ട് പൊരുതാൻ കഴിയും. അങ്ങനെ ലൂഫി പൊരുതിയാൽ മാത്രമേ ഇവർക്കടക്കം ആ ഐലാൻഡിലുള്ള എല്ലാവർക്കും ഡോഫ്ലമിംഗോയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയൂ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ പച്ചത്തലയൻ അവനിപ്പോ അവന്റെ ബാരിയർ ക്രിയേറ്റ് ചെയ്ത് ബാക്കിയുള്ള എല്ലാവർക്കും ആ സ്ട്രിങ് പവറിനെ പ്രഷർ കൊടുത്ത് പുറകിലേക്ക് തള്ളാനായിട്ട് ഒരു ബേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. റോബിൻ, ലിയോ അങ്ങനെ എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്നതിനും അപ്പുറം ഇപ്പൊ പുഷ് ചെയ്യാനായിട്ട് തുടങ്ങും. റോബിനാണെങ്കിൽ ഭയങ്കര സംശയം, ഇത്രയും നേരവും ഒരുപാട് പരുക്ക് പറ്റി കിടന്നവരൊക്കെ ഇപ്പൊ ഇങ്ങനെ ഞൊടിയിടയിൽ ഹീലായി മാറി. അതിന് ലിയോ പറയും, ആക്ച്വലി പ്രിൻസസ് മനുഷ്യരിക്ക് ഒരുപാട് പവറുണ്ട്. അവളുടെ കണ്ണീരുപയോഗിച്ച് ഒരു പ്രത്യേക തരത്തിലുള്ള ചെടി ഉണ്ടാക്കും. ആ ചെടിയിൽ നിന്ന് ക്രിയേറ്റ് ആവുന്ന ഫ്ലവേഴ്സ് അത് ആരുടെയൊക്കെ ദേഹത്ത് വീഴുന്നോ അവരെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഹീലാവും. അതാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷെ ഇത് വെറും ഒരു ടെമ്പററി പവറാണ്. ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം ചില മണിക്കൂറുകളിലേക്ക് അവരെ ക്യൂർ ചെയ്യുന്നത്. ഇത് അവരുടെ ജീവൻ അത് തീർച്ചയായിട്ടും പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞ് ലിയോ ആണെങ്കിൽ വീണ്ടും വീണ്ടും ഒരുപാട് ശക്തിയിൽ ആ ബാരിയറിൽ തള്ളും. മറ്റൊരു ഭാഗത്ത് കിങ്ങിന് ആൾക്കിപ്പോഴും ആളുടെ പ്രതീക്ഷ അത് നഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ പ്രിൻസസ് മൻഷേരി അവൾ ഒരുപാട് വിഷമത്തിൽ തെങ്ങി കരയാണ്. എനിക്ക് ഫൈറ്റ് ചെയ്യാനുള്ള കഴിവില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അതിതാണെന്ന് പറഞ്ഞ് അവൾ വീണ്ടും വീണ്ടും ഒരുപാട് ഫോഴ്സിൽ അവളുടെ പവർ ഉപയോഗിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ആങ്കർ ആണെങ്കിൽ ലൂഫിയും കൊണ്ട് ഇപ്പോഴും നിർത്താതെ ഓടുകയാണ്. അടുത്ത നിമിഷം സാക്ഷാൽ ട്രഫാർഗറിലോ ആളുടെ അടുത്തേക്ക് വരും. ലോ തീർത്തു പറയും, നമ്മുടെ മുൻപിൽ ഇനി അധിക സമയമില്ല. 3 മിനിറ്റ് അതിനുള്ളിൽ ഈ ബേർഡ് കേജ് അത് മുഴുവനായിട്ടും ഇവിടെയുള്ളവരെ തകർക്കും. അതിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്ന് ലോ പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.